നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിനുള്ളിൽ വ്യാജ ബോംബ് ഭീഷണി ഉയർത്തുന്ന സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആശങ്ക, മണിക്കൂറുകളോളം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ വഴിമാറുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യയ്ക്ക് നേരെ വീണ്ടും എയർ ഇന്ത്യ തകർക്കുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി, ബോംബ് വെച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശദമായി നോക്കാം വാർത്ത. ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ AIC 114 എന്ന വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് റിയാദിൽ ഇറക്കിയത്. എന്തുകൊണ്ട് എയർ ഇന്ത്യക്ക് ഇത്തരത്തിൽ തുടരെ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലൂടെ എയർ ഇന്ത്യ കടന്നു പോകുന്നു എന്നത് വളരെ ദുരൂഹമായ ഒരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിമാന ബോംബ് ഭീഷണി, വ്യാജ ഭീഷണിയൊക്കെ തുടരെ ആവർത്തിക്കുന്നുണ്ട്. വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ സന്ദേശം ശുചിമുറിയിൽ നിന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കുന്ന സാഹചര്യമുണ്ടായത്. ബാഗുകൾ എടുക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. പരിശോധനകൾക്ക് ശേഷം ടെർമിനലിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യൻ സമയം രാവിലെ 11 മണിക്ക് വിമാനത്തിലെ പരിശോധനകൾ 3.5 മണിക്കൂറോളമാണ് പിന്നിട്ടത്. 3.5 മണിക്കൂർ പരിശോധിച്ചു. അതിനുശേഷം എത്രയും വേഗം വിമാനം പുറപ്പെടുമെന്നാണ് യാത്രക്കാരെ വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും അത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതും എയർ ഇന്ത്യ വിമാനത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി ശക്തമായിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം, വിമാനത്തിനുള്ളിൽ കയറി എയർ ഇന്ത്യ വിമാനം തകർക്കുമെന്ന ഭീഷണി ഉയർത്തിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ യാത്രക്കാരിയായ ഡോക്ടറായിരുന്നു ഇത്തരത്തിലൊരു ഭീഷണി ഉയർത്തിയത്. വിമാനത്തിൽ നിന്നും ഡോക്ടറെ തിരിച്ചിറക്കി കേസെടുത്തു. ഗുജറാത്തിലെ സൂറത്തിലേക്കുള്ള വിമാനത്തിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ബാഗ് മുൻനിരയിലെ സീറ്റുകളിലൊന്നിൽ ഇട്ട ശേഷം അത് എടുക്കാൻ എയർ ഹോസ്റ്റസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് എയർ ഹോസ്റ്റസും ഡോക്ടറും തമ്മിൽ വഴക്കുണ്ടായി. ഈ സമയത്താണ് വിമാനം തകർക്കുമെന്ന ഭീഷണി ഡോക്ടർ ഉയർത്തിയത്. യലഹങ്ക സ്വദേശി ഡോക്ടർ വ്യാസ് ഹീരൽ മോഹൻ ഭായിക്കെതിരെയാണ് ഇത്തരത്തിലൊരു കേസ് വിമാനത്താവള പോലീസ് കേസെടുത്തത്. പൈലറ്റ് ഇടപെട്ടിട്ടും പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. ഇതോടെയാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടത്. ഡോക്ടറെ തിരിച്ചിറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഭവം, ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് 92 യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച റദ്ദാക്കി. മുംബൈയിലേക്കുള്ള AI 2534 വിമാനമാണ് റദ്ദാക്കിയത്. സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റിവിടുകയായിരുന്നു. സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 8 എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കിയിരുന്നു. ദുബായ്, ചെന്നൈ, ഡൽഹി, മെൽബൺ ഡൽഹി, ദുബായ് ഹൈദരാബാദ്, പൂനെ ഡൽഹി, അഹമ്മദാബാദ് ഡൽഹി, ചെന്നൈ മുംബൈ, ഡൽഹി പൂനെ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമുണ്ടായ വേറൊരു സംഭവമാണ്, അതും എയർ ഇന്ത്യ വിമാനത്തിൽ തന്നെ സംഭവിച്ചതാണ്. ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ വാതിലിൽ നിന്ന് അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ജൂൺ 1 സർവീസ് നടത്തിയ ബോയിങ് 787 വിമാനത്തിന്റെ വാതിലിൽ നിന്നാണ് പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം ശബ്ദങ്ങൾ കേൾക്കാനും വാതിൽ കുലുങ്ങാനും തുടങ്ങിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ സംഭവം നടന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒടുവിൽ വിമാനത്തിലെ ജീവനക്കാർ വാതിലിന്റെ മുകളിലെ ചെറിയ വിടവിൽ നാപ്കിനുകൾ തിരികെയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ജൂൺ 1 ഡൽഹിയിൽ നിന്ന് രാത്രി 11:15 ഈ വിമാനം പുറപ്പെട്ടത്. AI 314 വിമാനമായിരുന്നു ഇത്. ഈ വിമാനത്തിലാണ് ഇത്തരത്തിൽ വാതിലിൽ നിന്ന് അസ്വാഭാവിക ശബ്ദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഷെഡ്യൂൾ ചെയ്ത സമയത്തേക്കാൾ 1 മണിക്കൂറിലധികം വൈകിയാണ് അന്ന് വിമാനം പുറപ്പെടേണ്ടി വന്നത്.